ഇലഞ്ഞിത്തറയിൽ അന്തിക്കാടിന്റെ മേള പാരമ്പര്യത്തിന് 16 വർഷത്തെ പഴക്കമുണ്ട്. വലം തലയിലും ഇടം തലയിലും കൊട്ടിത്തിമിർക്കാൻ പത്മശ്രീ പെരുവനംകുട്ടന്മാരാർക്കൊപ്പം അന്തിക്കാട് വടക്കേക്കര ക്ഷേത്രവാദ്യ കലാസമിതിയിലെ 14 ചെറുപ്പക്കാരാണ് കൂടെ നിൽക്കുക. തൃശൂർ പൂരത്തിൽ അന്തിക്കാട് ഗ്രാമത്തിന്റെ മേള പാരമ്പര്യത്തിന് പഴക്കം ഏറെയാണ്. മുൻകാല മേള പ്രമാണിമാരായ പണ്ടാരത്തിൽ കുട്ടപ്പന്മാരാർ, ചക്കുളം അപ്പുമാരാർ, അന്തിക്കാട് രാമൻകുട്ടിമാരാർ എന്നീ വാദ്യ കലാകാരന്മാർ ആദ്യകാലങ്ങളിൽ തൃശൂർ പൂരത്തിന്റെ പ്രമാണിമാരായിരുന്നു. എന്നാൽ ഇവരുടെ കാലഘട്ടത്തിന് ശേഷം അന്തിക്കാടിന്റെ അസുരവാദ്യം തൃശൂർ പൂരത്തിൽ മുഴങ്ങാൻ ഏറെ കാത്തിരിക്കേണ്ടി വന്നു. പത്മശ്രീ പെരുവനംകുട്ടന്മാരാർ പാറമേക്കാവ് വിഭാഗത്തിന്റെ പ്രമാണിയായപ്പോഴാണ് അന്തിക്കാടിന്റെ ചെണ്ടവാദ്യം തൃശൂരിൽ വീണ്ടും ഉയർന്നത്. അന്തിക്കാട്ടെ ചെറുപ്പക്കാരിൽ ചെണ്ട അഭ്യസിക്കണമെന്ന മോഹം ഉയർന്നു വന്നപ്പോഴാണ് 1997 അന്തിക്കാട് വടക്കേക്കര ക്ഷേത്രവാദ്യ കലാസമിതി പിറന്നത്. ഈ ചെറുപ്പക്കാർക്ക് പ്രചോദനമായി പെരുവനംകുട്ടന്മാരാരും പഴുവിൽ രഘുമാരാരും ഒപ്പമുണ്ടായിരുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പൂരം എന്ന് പറയാവുന്ന തൃശ്ശൂർ പൂരത്തിൽ പ്രിയപ്പെട്ട കുട്ടന്മാരോടൊപ്പം അന്തിക്കാട് വടക്കേക്കര ക്ഷേത്രവാദ്യ കലാസമിതിയിലെ 14ഓളം അംഗങ്ങൾ കഴിഞ്ഞ 1997 മുതൽ പങ്കെടുക്കുന്നുണ്ട്. പഴുവിൽ രഘുമാരാരുടെ ശിക്ഷണത്തിലാണ് ഇവർ ചെണ്ടയിൽ ഹരിശ്രീ കുറിച്ച് അരങ്ങേറ്റം കുറിച്ചത്. തൃശൂർ പൂരത്തിലെ ഇലഞ്ഞിത്തറ മേളത്തിൽ പങ്കെടുക്കാനുള്ള അസുലഭ അവസരവും ഇവർക്ക് ലഭിച്ചു. പിന്നീടുള്ള വർഷങ്ങളിൽ പതിവ് തെറ്റാതെ തന്നെ അന്തിക്കാട്ടെ അസുരവാദ്യം ഇലഞ്ഞിത്തറയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചെണ്ട കൂടാതെ ഇലത്താളത്തിലും പ്രാവീണ്യം നേടിയ അന്തിക്കാട്ടെ വാദ്യ കലാകാരന്മാർ തൃശൂർ പൂരത്തിലെ ഭാഗഭാക്കായി. തൃശൂർ പൂരത്തിന്റെ പെരുമയിൽ അന്തിക്കാട് എന്ന കൊച്ചു ഗ്രാമവും അതിന്റെ പങ്ക് നൽകുകയാണ്. TCV ന്യൂസ്, അന്തിക്കാട്.